നമസ്കാരം. നിങ്ങൾക്ക് പുതിയൊരു സർക്കാർ ജോലി കിട്ടിയോ? എങ്കിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് കേരള PSC സർവീസ് വെരിഫിക്കേഷൻ. പേടിക്കാനൊന്നുമില്ലട്ടോ. ഓരോ ഘട്ടവും എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അപ്പോൾ പുതിയ സർക്കാർ ജോലി ഉറപ്പായി അല്ലേ? നിയമന ഉത്തരവൊക്കെ കയ്യിൽ കിട്ടി സന്തോഷമായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. സർവീസ് വെരിഫിക്കേഷൻ എന്നൊരു കടമ്പ കൂടിയുണ്ട്. ഈ പ്രക്രിയ എങ്ങനെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നോക്കിയാലോ? ശരി, അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നാണോ ജോലിയിൽ പ്രവേശിക്കുന്നത് ആ നിമിഷം മുതൽ തന്നെ ഈ വെരിഫിക്കേഷൻ പരിപാടികളും തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്? അതായത് സർവീസ് വെരിഫിക്കേഷൻ തുടങ്ങുന്നത് നിങ്ങളുടെ ജോലിയുടെ 1-ാം ദിവസം തന്നെയാണ്. അന്നേക്ക് തന്നെ ഇതിനായുള്ളൊരു ഫോം കിട്ടും. അത് പൂരിപ്പിച്ചു കൊടുക്കണം. ഇത് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നൊന്നും വിചാരിച്ച് മാറ്റിവെക്കരുത്. കാരണം ഇത് നിങ്ങളുടെ പ്രൊബേഷൻ കാലയളവിനെയൊക്കെ ചിലപ്പോൾ ബാധിച്ചേക്കാം. സർവീസ് വെരിഫിക്കേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പോലീസ് വെരിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിനുള്ള അപേക്ഷയെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ കൊടുക്കണം. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ ജോലിക്ക് ചേരുന്നതെങ്കിൽ പോലീസ് വെരിഫിക്കേഷന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ ജോലി കിട്ടിയത് ഒരു കമ്പനിയിലോ ബോർഡിലോ ആണെങ്കിലോ അപ്പോൾ ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരും. 1000 രൂപയാണ് കേട്ടോ ഈ പോലീസ് വെരിഫിക്കേഷന് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോമൊക്കെ കൊടുത്തു, ഫീസ് അടയ്ക്കേണ്ടവർ അതും അടച്ചു. ഇനി എന്താ അടുത്തത്? കുറച്ച് ക്ഷമ വേണ്ട ഒരു സ്റ്റേജാണ് കാത്തിരിപ്പ്. ഈ വെരിഫിക്കേഷനുള്ള അറിയിപ്പ് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനം ക്ഷമയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം ഈ സർവീസ് വെരിഫിക്കേഷൻ പ്രോസസ്സ് മുഴുവനായി തീരാൻ കുറച്ചധികം സമയമെടുത്തേക്കാം. ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ടൈം ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നിങ്ങൾ ജോലിക്ക് കയറുന്ന ദിവസം ഫോം കൊടുക്കുന്നു അല്ലേ? അതിനുശേഷം പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് PSC ഓഫീസിലെത്തണം. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫീസ് അടയ്ക്കാനുള്ളൊരു മെസ്സേജ് വരും. ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വെരിഫിക്കേഷന്റെ ഡേറ്റ്, സ്ഥലം, സമയം എല്ലാ വിവരങ്ങളും നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ വരും. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തി, വെരിഫിക്കേഷൻ ഡേ. PSC ഓഫീസിലെത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം. വെരിഫിക്കേഷൻ ദിവസം ഒരു ടെൻഷനും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകാൻ ഈ 3 കാര്യങ്ങൾ ഓർത്തുവെച്ചോളൂ. ഒന്നാമത്തത്, പറഞ്ഞിരിക്കുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും അവിടെ എത്താൻ ശ്രമിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ഒറിജിനൽ ID കാർഡ് പെട്ടെന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ കയ്യിൽ തന്നെ വയ്ക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അതിൻ്റെ ഒറിജിനലും കോപ്പികളുമൊക്കെ ഒരു ഫയലിൽ നല്ല ഓർഡറിൽ അടുക്കിവെച്ചാൽ അവസാന നിമിഷത്തെ ഒരു വെപ്രാളം ഒഴിവാക്കാം. ഓഫീസിലെ വെരിഫിക്കേഷൻ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ 2 ഫോമുകൾ തരും. ഒന്നാമത്തത് നിങ്ങളുടെ ഹാജര് രേഖപ്പെടുത്താനാണ്, അതായത് അറ്റൻഡൻസ്. രണ്ടാമത്തത് നിങ്ങളുടെ പേരും അഡ്രസ്സും പോലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതാനും. ഇവ രണ്ടും ഒരു തെറ്റും വരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കണം. ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബയോമെട്രിക് മെഷീനിൽ നിങ്ങളുടെ വിരലടയാളം കൊടുക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ടേൺ വരാൻ വേണ്ടിയൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ID കാർഡായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ സർട്ടിഫിക്കറ്റുകളായിട്ട് അവർ വാങ്ങി പരിശോധിച്ച് അതിലെ വിവരങ്ങൾ കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തും. ഇനി ഈ പരിശോധനയുടെ ഇടയ്ക്ക് നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിങ്ങിലോ അഡ്രസ്സിലോ ഒക്കെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടാൽ പേടിക്കുകയേ വേണ്ട. അങ്ങനത്തെ ചെറിയ തിരുത്തലുകളൊക്കെ പിന്നീട് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വഴി PSCയിലേക്ക് അയച്ച് ശരിയാക്കാൻ പറ്റുന്നതേയുള്ളൂ. അപ്പോൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതൊക്കെ കറക്റ്റായി നടന്നാൽ എത്ര സമയം എടുക്കുമെന്നറിയാമോ? നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ ആണെങ്കിൽ ഈ വെരിഫിക്കേഷൻ പരിപാടി തീരാൻ വെറും ഒരു 15 മിനിറ്റൊക്കെ മതി. അതെ, അത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനി നേരെ വീട്ടിൽ പോകാം എന്ന് വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും അങ്ങോട്ട് വരേണ്ടി വരും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആരും മറന്നുപോകരുതാത്ത അവസാനത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആദ്യം പൂരിപ്പിച്ചു കൊടുത്ത അറ്റൻഡൻസ് ഫോമില്ലേ, അത് തിരികെ വാങ്ങിയിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പും സീലും വെപ്പിച്ചു വാങ്ങണം. നിങ്ങൾ വെരിഫിക്കേഷന് വന്നു എന്ന് തെളിയിക്കുന്ന ഒരേയൊരു ഔദ്യോഗിക രേഖ അതാണ്. അത് മറക്കല്ലേ. അപ്പോൾ കേരള PSC സർവീസ് വെരിഫിക്കേഷന്റെ എല്ലാ സ്റ്റെപ്പുകളും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഈ വിവരങ്ങളൊക്കെ നിങ്ങളുടെ പുതിയ ജോലിയുടെ തുടക്കത്തിൽ ഒരുപാട് സഹായകമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് അറിയേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു കരിയർ ആശംസിക്കുന്നു. നന്ദി.